അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പം നമ്മളിന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. അതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിൽ കുറച്ച് ക്യാരറ്റ് ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പയറും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കായ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാണ് മസൂർ പഴം പോലത്തെ ഒരു പഴം കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളങ്കിഴങ്ങ്, പിന്നെ മുരിങ്ങാക്കായ്, ഇതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട്. പിന്നെ അതിലേക്ക് തേങ്ങ ചതുക്കിയിടാൻ വേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 3 അല്ലി, കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, തൈര്, മഞ്ഞൾ, ചെറിയ ജീരകം, ഇതൊക്കെയാണ് ഇതിലേക്കുള്ള സാധനങ്ങൾ കേട്ടോ. ഇതെല്ലാതും കൂടെ വെച്ചുകൊണ്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ജീരകം ഇട്ടുകൊണ്ട് മിക്സിയിലിട്ട് നല്ല അരക്കരുതിട്ടോ. ഒരു ചമ്മന്തിൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഈ പച്ചക്കറികളൊക്കെ നമുക്കൊരു പാത്രത്തിലിട്ട് കൊടുക്കട്ടോ. ആദ്യം ഞാൻ പയറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ക്യാരറ്റ്, പച്ചക്കായ അവിടെ ഇരിക്കട്ടെ കേട്ടോ. പച്ചക്കായക്ക് അധികം വേവില്ല. പിന്നെ ഉരുളങ്കിഴങ്ങും മുരിങ്ങാക്കായും കേട്ടോ. എല്ലാതും നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഞാൻ അതിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇതിലേക്ക് ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീളമുള്ള പച്ചമുളകാണ്. നമ്മൾ ഇപ്പം കടയിൽ നിന്ന് വാങ്ങിയ പച്ചമുളക് നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചീന്തിയാണ്ട് നടുവാണ്ട് മുറിച്ചാണ്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 5-6 പച്ചമുളകുണ്ട്. 5 പച്ചമുളകാണ്. വലിയ എരിവൊന്നുമില്ല കണ്ടിട്ട്. അധികം മൂപ്പുള്ള മുളകൊന്നുമില്ല കേട്ടോ. അപ്പോൾ എരിവൊന്നും ഏറൂലത്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് നല്ല വെളിച്ചെണ്ണ പിന്നെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും എല്ലാതും എല്ലാ ഭാഗത്തും ആവട്ടെ കേട്ടോ. അതിനനുസരിച്ച് നല്ലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. കുറച്ച് തുള്ളി വെള്ളം കേട്ടോ, അധികമൊന്നുമില്ല. ഈ പാത്രത്തിൽ പകുതി വെള്ളമേ ഞാൻ അതിൽ ഒഴിക്കണുള്ളൂ. ഞാൻ നല്ല നമുക്ക് അടുപ്പത്തിട്ടാണ്ട് ആദ്യം നല്ല ഒന്ന് പിന്നെ ഫുള്ള് സ്പീഡിലാണ്ട് കത്തിക്കാം. നല്ല തിളച്ച് ഇങ്ങോട്ട് വരുന്ന നേരത്തെ നമുക്ക് സ്ലോ ആക്കിയാണ്ട് പിന്നെ കത്തിച്ച് കൊടുക്കട്ടെ വേവോളം. അപ്പോൾ ഈ ആവി ഇങ്ങോട്ട് പൊന്തുമ്പോൾ തന്നെ എന്താ സ്മെല്ലെന്ന് അറിയോ? ഈ പച്ച വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചിട്ടേ നല്ല സ്മെല്ല്. എല്ലാ പച്ചക്കറിയും കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണം നേരത്തിട്ടോ. അപ്പോൾ എല്ലാ പച്ചക്കറിയും അങ്ങനെ ഉടയാതെ നല്ല രീതിയിൽ മറിച്ചിട്ട് നല്ലൊന്ന് വേവിച്ച് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം മൂടിയാണ്ട് നമുക്കൊന്ന് മറിച്ച് വേവിച്ചാൽ നല്ല വെന്തിട്ടിട്ടാ. എന്നാൽ ഉടഞ്ഞ് പോവില്ല. നമ്മളെപ്പോഴും അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇടുങ്ങിയ പാത്രത്തിൽ ഉണ്ടാക്കിയത്, കുറച്ച് വിശാലമുള്ള പാത്രത്തിൽ ഉണ്ടാക്കണം കേട്ടോ. എന്നാലും നമുക്ക് നല്ല രീതിയിൽ മറിച്ച് കൊടുക്കാമല്ലോ. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞ് പോവില്ല. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ അത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ കഷ്ണങ്ങളും ഉടഞ്ഞ് പോയിട്ടില്ല. നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മൂടിയിട്ട് കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് ആ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 1 സ്പൂണ് ജീരകവും തേങ്ങയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം.
ഞാനത് ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇതിലിട്ടാണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടിയിട്ട് കൊടുക്കണം. ചെറിയ ചൂടിലൊന്ന് ആ തേങ്ങമൊക്കെ നല്ല നാവി കാട്ടട്ടെ. അതിനാണ് എല്ലായിടത്താവണ മാതിരി നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഒന്ന് ആവി കാട്ടട്ടെ. അപ്പോൾ ആ തേങ്ങൻ്റെ പച്ചപ്പ് പോവുള്ളൂ. കാരണം ഇതുപോലെ നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ പുളിപ്പൊന്നും വരില്ല. ഇങ്ങനെ ആവി കയറ്റിയതിന് ശേഷമാണെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള തൈര് ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി എല്ലാതും കൂടെ ഇനി നമുക്കിത് കത്തിക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ ചൂടായാൽ മതി കേട്ടോ. കത്തിയതായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിരിഞ്ഞ് പോകും തൈര്. അപ്പോൾ അത് അവിയൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇത് കാണാൻ മാതിരി ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടി ചേർത്തപ്പോൾ എന്തൊരു സ്മെല്ലെന്നറിയോ. നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണ ഇതുപോലെ നേരത്തെ ഒഴിച്ചു കൊടുത്താൽ മാതിരി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവുകയോ ഒന്നും ആയിട്ടില്ല. നല്ല പാകത്തെ വേവിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്കതിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളിനി കത്തിക്കൂലട്ടാ, തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഈ ആവിക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. പിന്നെ ചോറുകൾ കൂടെ നേരത്തെ കൂട്ടാനോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണൻ്റെ ഇതൊക്കെ അതിൽ നല്ല പിടിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ. കഷ്ണത്തിൻ്റെ ഒക്കെ ചൂടുണ്ടാവുമല്ലോ, ചൂടിൽ ആ വെളിച്ചെണ്ണ അങ്ങനെ അതിൽ നല്ല ഇറങ്ങട്ടെ. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതാണ് നമ്മളെ അവിയൽ. അടിപൊളി ടേസ്റ്റാട്ടാ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.